നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം മുതലുള്ളതാണ്. ആദ്യ ദിവസങ്ങളിൽ കുറച്ച് കുട്ടികളെങ്കിലും കരച്ചിലും ബഹളവും അമ്മയെയും അച്ഛനെയും കളിപ്പാട്ടങ്ങളെയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിനെയൊക്കെ ഒന്ന് മാറ്റി വീട്ടിൽ നിന്ന് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോഴുള്ള കരച്ചിലും ബഹളങ്ങളും ഒക്കെ. എന്നാൽ ചിലർ നേരെ തിരിച്ചാണ്. അവർ പുതിയൊരു ലോകത്തെത്തിയ സന്തോഷവും പുതിയ കൂട്ടുകാരെ കളിക്കാൻ കിട്ടിയ സന്തോഷവും ഒക്കെ ആയിട്ട് അങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. കുട്ടികൾ പ്രായഭേദമന്യേ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ കൃത്യമായ സമയത്ത് എഴുന്നേൽക്കാൻ മടി കാണിക്കുന്നത്, അവരുടെ ദിനചര്യകൾ ചെയ്യാൻ താമസം വരുന്നത്, സ്കൂളിലേക്ക് ഇറങ്ങുവാൻ വൈകുന്നത്, ഇറങ്ങും മുമ്പുള്ള കരച്ചിൽ, വയറുവേദന, ഛർദി ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ഇത് കുറച്ചധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. ആരോഗ്യകരമായ കാര്യങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം സ്കൂളിലെ അധ്യാപകരോടാണ്. അവിടെ അവർ കുട്ടിയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടിട്ടാണോ എന്നുള്ളൊരു അഭിപ്രായം വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും ഉത്തരവൊന്നും കിട്ടാതെ ചില സമയത്ത് കുറ്റപ്പെടുത്തലുകളുമായിട്ടൊക്കെ നിൽക്കുന്നത് കാണാറുണ്ട്. ഇവിടെ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. അതായത് അമിതമായ ഒരു ഭയം, ആശങ്ക, ഉത്കണ്ഠ. ഇത് സ്വാഭാവികമായി കാണുന്ന ഒരു കാര്യമാണ്. കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും ഉള്ള ഒന്നാണ്. ഒരളവ് വരെ ഇത് നേരിടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാറുമുണ്ട്. എന്നാൽ ചിലരിലെങ്കിലും ഇത് അവരുടെ ദൈനംദിന കാര്യങ്ങളിലും സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലും മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കാര്യങ്ങളിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇതിന് കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ അകാരണമായ ഭയം, ചില സാഹചര്യങ്ങളിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്തകൾ, മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, രക്ഷിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രയാസം, ഇതൊക്കെയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മരുന്നുകൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നുള്ളത് പല വിഭാഗത്തിലുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്താണെന്ന് നോക്കാം. പേരിലുള്ളതുപോലെ തന്നെ രക്ഷിതാക്കളിൽ നിന്നോ വീട്ടിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ഒരു ഭയം. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അവരെ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ, തങ്ങളുടെ ആബ്സെൻസിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നൊക്കെയുള്ള ഭയം ചില കുട്ടികളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും സ്കൂളിൽ പോകാതിരിക്കാനും മുതിർന്നവർക്കാണെങ്കിൽ ജോലിക്ക് പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇവരില്ലാതെ തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു പേടി, ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിനുള്ളിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അതുമാത്രമല്ല ചിലരിലാണെങ്കിൽ തലവേദന, വയറുവേദന, അമിതമായ ഹൃദയമെടുപ്പ്, വിയർക്കൽ ഇതൊക്കെ കാണാറുണ്ട്. കുട്ടികളിലാണെങ്കിൽ തുടർച്ചയായി സ്കൂളിൽ പോകാതിരിക്കുക, പോയാൽ തന്നെ ക്ലാസ്സിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക, മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുക, ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിക്കുന്ന സമയത്ത് വളരെയധികം ദേഷ്യത്തോടെ തിരിച്ചു പെരുമാറുക, ഇതൊക്കെ കാണാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കി കുട്ടികളെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകാറുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുള്ളത് കൊണ്ട് ആ കുട്ടിക്കോ വ്യക്തിക്കോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ലക്ഷണങ്ങൾ ഒരു പരിമിതമായ ദിവസങ്ങൾക്ക് അപ്പുറം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം, അതായത് ഒരു കൗൺസിലറിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ അടുത്ത് ചെന്നിട്ട് അവരുടെ സഹായത്തോടെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആ കുട്ടിക്ക്, ആ വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചോ കേട്ടോ അറിവ് വെച്ചിട്ട് നമ്മളൊരു മുൻവിധിയോടെ അവർക്ക് ഇങ്ങനെയാണ് എന്ന് പറയും, പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മനസ്സിലാക്കുക, ഇത് സാധാരണപരമായ ഒരു കാര്യമാണ്. ഇതിന് സഹായം സ്വീകരിക്കുന്നത്, ഒരു പരിഹാരം തേടുന്നത് ഒരു കുറവോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ ഒന്നുമല്ല. മുൻവിധികളൊക്കെ മാറ്റിവെച്ച് സ്കൂളിലാണെങ്കിൽ ഒരു സ്കൂൾ കൗൺസിലറിൻ്റെ സഹായത്തോടെ ഒരു പരിധി വരെ നമുക്കിതിന് അതിജീവിക്കാൻ പറ്റും. പുറത്താണെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ കൃത്യമായ സഹായത്തോടെ നമുക്ക് ഇതിനെ അതിജീവിക്കാം. ഒന്ന് ഓർക്കുക, ഏർലി ഇൻ്റർവെൻഷനാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്.
എത്രയും വേഗത്തിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും വേഗത്തിൽ അവരെ കൈപിടിച്ച് നമുക്കതിനെ പുറത്തേക്ക് കടത്താം എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.